കൂടുതലായിട്ട് മറ്റ് റിലീജിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരനുഭവം. യേശുക്രിസ്തുവാണ്. അതിനുശേഷമോ അതിന് മുമ്പുണ്ടായിരിക്കാം. പക്ഷേ യേശുക്രിസ്തുവിന് ശേഷം ഈ വിശുദ്ധ വേദ പുസ്തകത്തിൽ അങ്ങനെയുള്ള ഒരു സംഭവത്തെപ്പറ്റി എടുത്ത് പറഞ്ഞിട്ടില്ല. ആ ഉയർപ്പിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേക കാര്യവും ശക്തിയുമൊക്കെ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു പ്രത്യേക കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്ന സമയത്ത് പുതു ഞായറാഴ്ച എന്ന് പറഞ്ഞു, പഴയ ഞായറാഴ്ച ഉയർപ്പിൻ്റെ ഞായറാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ്. ഉയർത്തെഴുന്നേറ്റ ആ ഒരു ശക്തിയും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. ആ ഒരു പ്രത്യാശയും വിശ്വാസവും ഒക്കെ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാണ്. ഇന്ന് ലോകത്തിലുള്ള വിവിധ മതങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് ക്രിസ്ത്യാനിറ്റിയിലാണ്. ലോകത്തിൻ്റെ എമ്പാടുമുള്ള രാജ്യങ്ങളിലെ മീൻസ് 250 കോടിയോളം ജനങ്ങളാണ് ആകെയുള്ള ജനസംഖ്യയിൽ ഒരു വലിയ നമ്പറും ക്രിസ്ത്യാനിറ്റിയിലാണ്. അത് സാധ്യമായത് അതുമൂലം യഥാർത്ഥത്തിൽ ആ ഉയർപ്പിൻ്റെ സന്തോഷം ഈ വിശ്വാസികളിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ശക്തി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. മനുഷ്യ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, മനുഷ്യന് എല്ലാ ആളുകളും, അതായത് എങ്ങനെ ജീവൻ നിലനിർത്താം, മരിച്ചവരെ എങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായിട്ടുണ്ട്. അത് ഇതുവരെയും വിജയിച്ചിട്ടില്ല. എങ്ങനെ വിജയിക്കുമെന്ന് ഇന്നും റിസർച്ച് നടത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഗോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അത് കോപ്പറിൽ പല മെറ്റലുകളിൽ നിന്നും ഗോൾഡ് ഉണ്ടാക്കാൻ ഉള്ള ശ്രമമാണ്. അതുപോലെ യുവത്വം നിലനിർത്താനുള്ള ഒരു ശ്രമവും നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതാണ്. പല ഗ്രീസിലുള്ള രാജാക്കന്മാരും ലോകത്തിലുള്ള പല ആളുകളും. അപ്പോൾ ചില ആളുകൾ പറയുന്നത് ഗോൾഡ് ശരീരത്ത് കുത്തിവെച്ച് റീസെൻ്റായിട്ടുള്ള ഒരു ന്യൂസിലെങ്ങനെ ഉണ്ടായിരുന്നു, അത് യൂത്ത് നിലനിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും അതിൽ വിജയം വരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. യേശുക്രിസ്തു മാത്രമാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതായിട്ടുള്ള ഒരു വ്യക്തിയും അതോടൊപ്പം തന്നെ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഇന്നത്തെ വേദഭാഗമായിട്ട് പുതു ഞായറാഴ്ചയ്ക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് അപ്പോസ്തലനായ ജോൺ 20
chapter 20 from 19 to 29. യോഹന്നാൻ 20 അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ നാം കാണുന്നത് പേടിയിലിരുന്ന, അത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ആദ്യത്തെ വാക്യത്തിൽ പറയുന്നതാണ്, പേടിയിലിരുന്ന, ഭയത്തോടിരുന്ന ശിഷ്യന്മാരെ പേടി ഫിയർ മാറ്റിയതിന് ശേഷം അവരെ സമാധാനത്തിലാക്കുകയും പേടിയെല്ലാം ധൈര്യത്തോടെ ഇരിക്കാനും സഹായിച്ച ആയിട്ടാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തു അവരുടെ ഇടയിലേക്ക് വന്നിട്ട്, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വന്നിട്ട്, അന്നത്തെ കാലത്തെ നമ്മളേറ്റവും ചിന്തിക്കേണ്ട പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രമാത്രം പീഡകൾ അനുഭവിച്ചിട്ടുള്ള പഴയ ആദ്യകാലങ്ങളിൽ, ആദ്യ നൂറ്റാണ്ടുകളിൽ ഉള്ള വേറെ ഒരു സഭയും ഒരു സമുദായവും ഇല്ലെന്നുള്ളതാണ്, റിലീജിയനും ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്രമാത്രം പീഡകൾ പല ഭാഗത്തു നിന്നും, രാജാക്കന്മാരിൽ നിന്നും പല ആളുകളിൽ നിന്നൊക്കെ സംഭവിച്ചിട്ടും ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു നീക്കാനോ തകർക്കാനോ ഒരു ശക്തിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ സാമീപ്യം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടുള്ള ഒപ്പമുള്ള ജീവിതം നമ്മുടെ ഭയത്തെ നമ്മളിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ അടുത്ത കാലത്ത് ഒരാളിനോട് ചോദിച്ചായിരുന്നു, എന്താ സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സുഖം എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഇറ്റ് ഈസ് വേരിയിങ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, സുഖത്തിൻ്റെ ഉള്ള ഡെഫിനേഷൻ പറയുന്നത്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, എനിക്ക് നല്ലൊരു ജീവിതമാണ്, എനിക്ക് നല്ല ഭക്ഷണമാണ്, ലക്ഷറിയായ ഒരു മീൻസ് വാഹനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾക്കെല്ലാം നമ്മുടേതായ ഒരു അഭിപ്രായങ്ങളുണ്ട്. അപ്പം ഞാനെന്നാ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസവും ദൈവത്തോടൊപ്പം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സുഖവും ഭാഗ്യവുമായിട്ട് കണക്കാക്കുന്നത്. അപ്പം ഭാഗ്യം എന്താണെന്നും സുഖം എന്താണെന്നും ഒക്കെയുള്ള ആളുകൾ ഇങ്ങനെ പല വിവിധ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, നമ്മൾക്ക് എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതം അങ്ങനൊരു ജീവിതം, ദൈവത്തോടൊപ്പം ഉള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ സുഖം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും ഓരോ നിയോഗങ്ങളുണ്ട്. മിഷൻ ഇൻ ദ ലൈഫ്. ഈ ബൈബിളിലുള്ള എല്ലാ ആളുകളെ പറ്റി അല്ലെ ചരിത്രത്തെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നിയോഗങ്ങളാണ്, ഒരുപാട് നിയോഗങ്ങളുണ്ട്. ഒരു സിമ്പിളായ ഉദാഹരണം പറയുകയാണെങ്കിൽ, യോന നിയോഗത്തിന് വേണ്ടി വിട്ടു, പക്ഷേ അതിൽ നിന്ന് മറുതലിച്ചു പോയിട്ട്, പക്ഷെ വീണ്ടും കറങ്ങി അടിച്ചിട്ട് ആ നിയോഗത്തിലേക്ക് വന്നു എന്നും നമുക്ക് ഈ ബൈബിളിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ നിയോഗത്തെപ്പറ്റി പല ആളുകൾക്കും അറിയത്തില്ല, ചില ആളുകൾക്ക് അറിയാം. പക്ഷെ അത് നിയോഗം നമ്മൾ പരിപൂർണമായി നിറവേറ്റുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. യേശുക്രിസ്തുവും, അത് നിങ്ങൾ ബൈബിള് വായിക്കുന്ന മൊത്തത്തിൽ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്ന, ബൈബിൾ അനുസരിച്ച് പുതിയ നിയമം വായിക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നത്, ആദ്യം മുതൽ അവസാനം വരെയും യേശുക്രിസ്തു ദൈവത്തെ അനുസരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഒത്തിരി ആൾക്കും അതിനെപ്പറ്റി അത് എല്ലാ കാര്യത്തിലും എല്ലാ ഇവൻസിലും യേശുക്രിസ്തു ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിച്ചു എന്നുള്ളതാണ്.
അപ്പം ഉയർപ്പിൻ്റെ ഒരു പ്രത്യേകതയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും മരിക്കത്തില്ല, മരിച്ചാലും ജീവിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് ഈ പുതിയ ഞായറാഴ്ച തരുന്നത്. ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ജോൺ ചാപ്റ്റർ 20:19-29 രണ്ടാമതായൊരു കാര്യം പറയുന്നത് ഡൗട്ടിങ് തോമസ് എന്നാണ്. ആ ഡൗട്ടിങ് തോമസ് എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിന് വിരുദ്ധമായിട്ടൊന്നും അവരുടെ ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്ത് എവിഡൻസ് ഓൺലി ഹി വാണ്ട് ടു ബിലീവ് ഇൻ ക്രൈസ്റ്റ്, ആ ഒരു സ്വഭാവമായിരുന്നു. അപ്പം 100 പേരുടെ 100 സ്വഭാവക്കാരാണ്. എന്നാൽ ആ ഡൗട്ടിങ് തോമസ് യഥാർത്ഥമായിട്ട് ദൈവത്തെ മനസ്സിലാക്കിയ സമയത്ത് അവൻ്റെ ജീവിതം മാറിയിട്ട് യഥാർത്ഥം അവന് മനസ്സിലാവുകയാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറയത്തക്ക രീതിയിൽ ഡൗട്ടിങ് തോമസിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അത്ഭുതമാണ്, അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. അതാണ് ഈ തോമസിൻ്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വിലാപ്പുറത്ത് മീൻസ് അതിനുള്ള തെളിവുകൾ സഹിതം മാത്രമാണ്. അതുകൊണ്ട് തോമസ് ബാക്കിയുള്ള ജീവിതം ഹിസ്റ്ററി പരിശോധിച്ചാൽ തോമസ് അങ്ങ് ജീവിച്ചു പോയി. പക്ഷേ അവസാനം മാർട്ടിഡം സംഭവിച്ചു. മീൻസ് പിന്നെ മൈലാപ്പൂർ എന്ന സ്ഥലത്ത് ചില ആളുകൾ കുന്തം കൊണ്ട് കുത്തി മരിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് തോമസിൻ്റെ ജീവിതത്തിൽ. അപ്പം ക്രിസ്ത്യാനിറ്റി വരുമ്പോൾ ഒത്തിരി ആളുകൾ ഒരുപാട് പ്രതീക്ഷകളോടാണ് വരുന്നത്. ആ പ്രതീക്ഷയ്ക്ക് വലിയതായിട്ട് നമ്മൾ ബൈബിളിലെ പല ആളുകളെ നോക്കിയാലും വലിയ ശിംശോൻ തുടങ്ങി, യോന തുടങ്ങി, പിന്നെ ഈ പറഞ്ഞ തോമസ് ഉൾപ്പെടെ, പിന്നെ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ പിന്നെ യോഹന്നാൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് മുമ്പായിട്ട് വഴി കാണിക്കാനായിട്ട് വന്ന യോഹന്നാൻ്റെ കാര്യമാണ്. അതിൽ ദൈവദൂതനൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇയാളുടെ വലിയൊരു ആളായി മാറുമെന്നൊക്കെ. പക്ഷേ അത്രമാത്രം എല്ലാ പ്രകാരത്തിലും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ സപ്പോർട്ടും എല്ലാവിധ കാര്യങ്ങളും ഉണ്ടായിട്ടും ഒരു സുപ്രഭാതത്തിൽ തല ഒരു താലന്തിലാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷമായിട്ട് പറയരുത്. നമുക്കാകെ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കുക എന്നുള്ളതല്ലാതെ ഒത്തിരി ആളുകൾ കിടന്ന് എൻ്റെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് ദാനധർമ്മം ചെയ്യുന്നുണ്ട്, നല്ല ജീവിതം നയിക്കുന്നുണ്ട് എല്ലാം. അതുകൊണ്ട് നമ്മൾ ജീവിതം എപ്പോഴും നല്ല സുഖപ്രദമാകുമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞു സുഖം എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡെഫിനിഷൻ പ്രോപ്പർലി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ക്രിസ്ത്യാനിറ്റിയിലെ വലിയൊരു എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു ഫോൾട്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയെ പറ്റി അല്ലെങ്കിൽ ഒരു ശരിയായ രീതിയിലൊരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ശരിയായ രീതിയിലൊരു നോളജോ ഇല്ലാത്തതാണ് നമ്മുടെ ഈ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു വലിയ വിഷയം. അതാണ്. അപ്പോൾ യഥാർത്ഥം അറിഞ്ഞു കഴിയുമ്പോൾ ആ തോമസിൻ്റെ അതേ രീതിയിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. വിശ്വാസം, പ്രത്യാശ, ഇത് രണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അതായത് പ്രത്യാശയുടെ ഒരു പാട്ട്, പ്രത്യാശയും വിശ്വാസവും പ്രത്യാശയും പ്രധാനമായിട്ടുണ്ട്. അതിൽ ഒരു വിശ്വാസത്തിൻ്റെ പാട്ട് ഇങ്ങനെയാണ് പറയുന്നത്:
നാളെയെ കൊണ്ട് എൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ആ ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുമോ? അതാണൊരു വിശ്വാസം. വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വിഷയം, അതായത് വിശ്വാസവും നോളജും വിശ്വാസവും എപ്പോഴും നല്ല കൊളീഷൻ നടക്കാറുണ്ട് പലപ്പോഴും, അറിവും വിശ്വാസവും തമ്മിൽ. അതിൽ നമ്മൾ വിശ്വാസമില്ലാത്ത കുറച്ച് അറിവ് കിട്ടിയോണ്ടൊരു പ്രയോജനമില്ല. വിശ്വാസവും അറിവും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിലൊരു ഒരു ഒരു പ്രത്യാശയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. വിശ്വാസമാണോ അതോ അറിവാണോ, നോളജാണോ പ്രധാനം, അല്ലെങ്കിൽ നമ്പർ 1 ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞ ആ ഒരു പ്രത്യാശയും വിശ്വാസവും നോളജ് അറിവിനെക്കാട്ടിലൊക്കെ അതീതമാണ് എന്നുള്ളതാണ്. അപ്പം വിശ്വാസം ഇല്ലാത്ത എളുപ്പം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അപ്പോൾ അത് നമ്മുടെ ഒരു വിശ്വാസവും അത് ജീവിതത്തിലെ ഒരു പ്രത്യാശയും അതോടൊപ്പം തന്നെ അത് ജീവിതത്തിൽ നമ്മൾക്ക് സാധ്യമാക്കാൻ, ആ ഒരു ജീവിതം നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിച്ചെങ്കിൽ ആ ജീവിതം വലിയ ധന്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പാട്ട് പറയുന്നത്, നിത്യമാം രാജ്യത്തിൽ അന്ന് ഞാൻ പാടിടും, രാജൻ മുഖം കണ്ട് എന്നും ഞാൻ ഘോഷിക്കും, രക്തത്തിൻ ഫലമായി സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായിട്ട് വാഴുമെന്ന്. അതൊരു പ്രത്യാശയാണ്. അപ്പം വിശ്വാസവും പ്രത്യാശയും കൂടെ ചേരുമ്പോഴാണ് ക്രിസ്ത്യാനിറ്റി പൂർണ്ണമാകുന്നത്. അത് ഏതാണ് വലിയതെന്നോ എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് പ്രത്യാശ ഉണ്ടാകത്തില്ല എന്നുള്ളത്. അപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന പ്രത്യാശയും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ ആയിട്ടും മരിച്ച ആളുകൾ എവിടെ പോയി എന്നുള്ള തരത്തിൽ ഭയങ്കരമായി ഗവേഷണം നടത്തുന്നുണ്ട്. പല ആളുകൾ അനുഭവം പറയുന്നുണ്ട്. നമ്മൾ ഈ മീഡിയയിലൊക്കെ വായിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ല സ്വന്തമായിട്ട് പറയുന്നതല്ല. അപ്പോൾ അതിൽ ഈ പ്രത്യാശ നമ്മൾക്ക് വിശ്വാസത്തിൽ കൂടെ ഉണ്ടാകേണ്ടതാണ്. ആ 2 പാട്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രത്യാശ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പം ഏത് മീൻസ് സ്വർഗം എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇങ്ങനെ ആളുകൾ വളരെ പതറി നടക്കുന്ന ഒരവസ്ഥയാണ്. പോകാൻ പറ്റുമോ ഇല്ലയോ, അതുകൊണ്ടാണ് മരണം ഇല്ലാതാകാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ ഭയങ്കരമായ ഗവേഷണം നടത്തുന്നുണ്ട്. ഇമ്മോർട്ടാലിറ്റി ഓഫ് ദി ഹ്യൂമൻ ബീയിങ്. അപ്പോൾ അതുപോലെ യുവത്വം നിലനിർത്താനും ഉള്ള ശ്രമങ്ങൾ. അപ്പം മരണത്തെ നമുക്ക് ഭയമാണ്. അതുകൊണ്ടാണല്ലോ ഇത് മരണം എങ്ങനെയൊന്ന് മാറിപ്പോണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം മരണത്തിലോ ജീവിതത്തിലോ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തോടൊപ്പം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ മരണമോ ജീവനോ രോഗമോ ദുഃഖമോ ഒന്നും നമുക്ക് വിഷയമായിട്ട് വരത്തില്ല. അതില്ലാത്ത ആളുകളാണ് പെട്ടെന്ന് തകർന്നു പോകുന്നത്. ഒത്തിരി ആളുകളുണ്ട് വിശ്വാസത്തിൽ തകർന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും നമ്മൾ വിശ്വാസവും പ്രത്യാശയുള്ളവരാണെങ്കിൽ ആ ഒരു ജീവിതം ധന്യമാണ്. അതോടൊപ്പം തന്നെ രോഗമോ ദുഃഖമോ ഭയമോ ഒന്നും തന്നെ നമ്മൾ കീഴ്പ്പെടുത്താനായിട്ട് കഴിയുകയില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഭയത്തെപ്പറ്റി ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭയം എന്ന് പറയുന്ന ഭയമുള്ള ആളുകളെ സാത്താന് വളരെ താല്പര്യമാണ്. കാരണം ഈ ഭയം ഉള്ളിടത്താണ് സാത്താന് പ്രവർത്തിക്കാനായിട്ടുള്ള വളരെ സൗകര്യങ്ങളുള്ളത്. അതായത് അതിൽ പറയുന്നത് വെച്ചാൽ, ഭയമുള്ള ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്താനായിട്ട് വളരെ എളുപ്പമാണ്. ദൈവവിശ്വാസത്തിൽ നിന്ന് പോകാനും
ഭയം നമ്മളിൽ എപ്പോൾ വന്നു കഴിയുമ്പോൾ ആ സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ സാത്താൻ്റെ പരീക്ഷണങ്ങളാണ്, ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് ഞാൻ പറയത്തില്ല. സാത്താൻ്റെ പരീക്ഷണങ്ങൾ വർദ്ധിക്കുന്നത് നമ്മളിൽ ഭയം ഉള്ളപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഭയത്തിന് അടിമകളാകാതെ ഭയത്തെ വിട്ട് നിൽക്കാനായിട്ട് നമ്മൾ പരിശീലിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിലെ ആ ഉയർപ്പിൻ്റെ സന്തോഷവും ശക്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്നതിന് ഭയം നമുക്ക് വലിയൊരു പ്രതികൂല സാഹചര്യമാണ്. ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഉയർപ്പിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കാനായിട്ട് ഞാൻ പറയുകയാണ്. ഒരു വ്യക്തിയുടെ പേരാണോ അതോ അവൻ്റെ പ്രവൃത്തിയാണോ ആ ആളിനെ മഹത്വമുള്ളവൻ അല്ലെങ്കിൽ ഏറ്റവും വലിയവനാക്കി മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ പല ആളുകളെ പറ്റി നമുക്കറിയാം. യേശുക്രിസ്തു തുടങ്ങി. അപ്പോൾ അവരുടെ പേരല്ല, അവരുടെ ആ പർട്ടിക്കുലർ വ്യക്തികളുടെ ചിന്തയും സംസാരവും പ്രവൃത്തിയുമാണ് അവരെ വലിയവരാക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, 3 കാര്യങ്ങളിലാണ് ഫെയിലിയർ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോളങ്ങളിൽ പോയി താമസിക്കണം. അതിനുവേണ്ടി ഒരുപാട് പൈസ മുടക്കുന്നുണ്ടല്ലോ. ബില്യൺസ് ആൻഡ് ബില്യൺസ് പൈസ മുടക്കിയിട്ടാണ് മറ്റൊരു ഗോളങ്ങളിൽ താമസിക്കാനായിട്ട് മനുഷ്യന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ 50,000-ൽ കൂടുതൽ പ്ലാനറ്റ്സുകൾ ജീവനുള്ളതോ ജീവന് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ളതായ എൻവയറമെൻറ്റ് ഈസ് റെഡി ഫോർ ദ ലൈഫ് അങ്ങനെയുള്ളതായിട്ടുള്ള 50,000 പ്ലാനറ്റ്സുകൾ, മില്യൺസ് ഉണ്ടെന്ന് അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ 50,000-ൽ ഈ പറഞ്ഞ ഇതും നമ്മളുടെ ഗൂഗിളിലൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ 50,000 ഉണ്ടെന്ന്. പക്ഷേ നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇപ്പോഴും റിസർച്ച് നടക്കുന്നുണ്ട് പല ഗോളങ്ങളെ പറ്റിയും പുതുതായിട്ട് ഇങ്ങനെ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. താജ്മഹൽ എന്ന് പറയുന്ന ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, മുഴുവൻ മാർബിളിലാണ് എന്ന് പറയുന്നത് കാണാത്ത ഒരാളിനെ സംബന്ധിച്ച് വലിയ അത്ഭുതമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുമ്പോൾ. അപ്പോൾ അത് താജ്മഹൽ ഇല്ലെന്ന് പറയാനായിട്ട് കാര്യമില്ല. അപ്പോൾ സ്വർഗ്ഗമില്ലെന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ താജ്മഹൽ കാണാമെന്നുണ്ടെങ്കിൽ ആഗ്രഹം വരെ പോയാൽ മതി, കാണാൻ പറ്റും. പക്ഷേ സ്വർഗത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ ജീവനുള്ള ഗോളങ്ങളെ പറ്റിയോ ഒന്നും നമുക്ക് ഇതുവരെ വ്യക്തമായ എവിഡൻസ് കിട്ടാത്തത് കൊണ്ട് അതില്ല എന്ന് പറയാനായിട്ട് പോകുന്നത് അത് വിശ്വാസത്തിൻ്റെ ഒരു വകുപ്പാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗീയ ഭവനമുണ്ടെന്നുള്ളതും അത് നമുക്ക് പ്രത്യാശ തരുന്നതാണ്. അപ്പം വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. രണ്ടാമത്തെ വായനഭാഗത്തിലുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്നത് കൊലോഷ്യൻസ് 1:1-9 വാക്യങ്ങളിലുള്ളതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, സംബോധന ചെയ്തിരിക്കുന്നത് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബുദ്ധിയില്ലാത്ത? ബുദ്ധി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഡെഫിനേഷൻ എടുക്കേണ്ടിയിരിക്കണം. എൻ്റെ കയ്യിൽ ഒരു കത്തി കിട്ടിയാൽ എനിക്ക് 2 രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, എനിക്ക് അനേകം ആളുകളെ കുത്തി മുറിവേൽപ്പിക്കാനും കൊല്ലാനും പറ്റും. എന്നാൽ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം ആളുകളുടെ കൈകൾ ഇങ്ങനെ കെട്ടപ്പെട്ടിരിക്കുന്നുണ്ട് പല കാരണങ്ങളാൽ. അതിനെ മുറിച്ചു വിടാൻ പറ്റും, അവരെ സ്വതന്ത്രമാക്കാനും നമുക്ക് പറ്റും. അപ്പം നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് അതിലാണ് നമ്മുടെ വിജയം. അപ്പം ഒരേ സാധനമാണ് 2 പേരുടെയും കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു കൂട്ടർക്ക് നശിപ്പിക്കാനും ഡിസ്ട്രോയ് ചെയ്യാനും മറ്റൊരു കൂട്ടർക്ക് കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കാനും ജീവിതം കൊടുക്കാനായിട്ടും സാധിക്കും. അപ്പം ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറയുന്നത് പൗലോസ് പറയുന്ന ഒരു വാക്കാണ്.
എന്താണ് ബുദ്ധിമോശം ഉണ്ടായത്? അതായത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അറിവും വിശ്വാസവും തമ്മിലുള്ള പൊരുത്തക്കേടുകളും പൊരുത്തവുമാണ്. അപ്പം പല ആളുകൾക്കും ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. ഡാർവിൻ എന്ന് പറഞ്ഞ ആളിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആധുനിക യുഗത്തിലെ ആധുനിക യുഗത്തിൻ്റെ ദൈവമൊന്നുമില്ല എന്നുള്ളതും പരിണാമ സിദ്ധാന്തത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ആളാണ് ഡാർവിൻ. അയാൾ ഒരു ഡീക്കേറ്റഡ് ആണ്, പല കാര്യങ്ങളെയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം ഈ ഡാർവിൻ ഒരു മുറിക്കകത്ത് കയറിയിരുന്നിട്ട് പ്രകാശത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളായിട്ട് അങ്ങനെയാണ് മരിക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അറിവും വിശ്വാസവും നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ, നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നു പക്ഷേ ഒരു വിശ്വാസമില്ലായിരുന്നു ഒന്നിലും. അത് ഒരുപാട് പാളിച്ചകൾ അതിലുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ആ പാളിച്ചകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ ഡിനേ ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. കാരണം അതല്ലാതെ നമുക്കോട് വേറൊരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ജീവിത അനുഭവങ്ങളുള്ള ആളുകൾക്കോ അനുഭവത്തെ കാണുന്ന ആളുകൾക്കോ അതിനുവേണ്ടി നമ്മുടെ കണ്ണുകളെ തുറക്കണം. തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഏലിശായുടെ ഒരു ദാസനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അരാം രാജാവിൻ്റെ ആളുകളെല്ലാം സൈന്യം മുഴുവൻ വന്ന് വളഞ്ഞ സമയത്ത് ഏലിശായ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഏൽ പറഞ്ഞത്, ഇവിടെ മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഏത് സമയത്താണ് നശിക്കുന്നത് അറിയത്തില്ല. അപ്പോൾ ഏലിശ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: യഹോവേ അവൻ്റെ കണ്ണ് തുറക്കണമെന്നുള്ളത്. അപ്പോൾ പല കാര്യങ്ങൾക്കും നമ്മൾ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ് കാണാൻ പറ്റാത്തതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള. കണ്ണിങ്ങനെ തുറന്നിട്ട് കാര്യമില്ല. നമ്മൾ അകക്കണ്ണുകളും നമ്മുടെ അകക്കണ്ണുകളെ അല്ലെങ്കിൽ യഥാർത്ഥത്തെ മനസ്സിലാക്കാനും നമ്മുടെ കണ്ണുകളെ തുറക്കാനും ഉടയമ്പനാനോട് ധ്യാനിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോൾ, വിശ്വാസ കണ്ണുകളെ തുറക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിയാലിറ്റി മനസ്സിലാവും. ആ റിയാലിറ്റിയെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. അതാണ് തോമസ് ചെയ്തത്. അപ്പോൾ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ പോലെയല്ല, അത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ, റിയാലിറ്റി, കം ടു ദ റിയാലിറ്റി. അങ്ങനെ വന്നു കഴിയുമ്പോൾ, ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ദൈവം കൂടെ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണുകൾ തുറക്കാൻ പറ്റത്തുള്ളൂ. ഏലിശ പ്രാർത്ഥിച്ചതാണ്, ദൈവമേ ഇവൻ്റെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞു. കണ്ണ് തുറന്നപ്പോൾ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി, റിയാലിറ്റിയെ പറ്റിയുള്ളൊരു ധാരണയുണ്ടായി. അപ്പോൾ കണ്ണ് നമ്മുടെ തുറക്കുക എന്നുള്ളത്, അല്ലെ അകക്കണ്ണുകളെ തുറക്കുക, അറിവിൻ്റെ കണ്ണുകളെ തുറക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു ധന്യമായ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ കണ്ണ് തുറന്ന ആളുകൾക്ക് പിന്നെ അങ്ങനെ വലിയ ഭയമൊന്നും കാണത്തില്ല. അവർക്ക് മരണത്തെ ഭയം കാണത്തില്ല. ജീവിതത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരൊന്നും അങ്ങനെ താളടിയായി പോകത്തില്ല. നമ്മുടെ കണ്ണുകൾ കാണാം. ദൈവം നമ്മളോട് ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്നുള്ള ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ഭയപ്പെടേണ്ട ഒരു കാരണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭയപ്പെടേണ്ട കാരണമില്ല. പിന്നെ ഈ സ്വത്ത് സമ്പാദിക്കുന്ന പല പാർട്ടികളും കുറച്ച് ആളുകൾ എതിർക്കുന്നുണ്ട്. നമ്മൾ അതായത് പണം ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് അവൻ വിശുദ്ധനാകുന്നില്ല, അശുദ്ധനാകുന്നില്ല. പക്ഷെ അവൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതിന്, കത്തിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ. അപ്പം ദൈവത്തെ കൂടാതെ നമ്മൾ എന്ത് ചെയ്താലും അതൊന്നും നിലനിൽക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയുന്നുണ്ട്. ആദിമ മനുഷ്യനിൽ ചില ആൾക്കാരൊക്കെ നമുക്ക് ദൈവത്തെ കാണാമെന്നും പറഞ്ഞിട്ട് വലിയ കെട്ടിടങ്ങളൊക്കെ പണിതു പോയി. പക്ഷേ അതൊന്നും ഭാഷകളൊക്കെ മാറാനുള്ള കാരണം അതാണെന്നാണ് ബൈബിൾ സംബന്ധമായിട്ട് കാര്യം പറയുന്നത്. അപ്പോൾ ദൈവത്തെ നാം മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും നമ്മുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അതോടൊപ്പം തന്നെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അതെല്ലാത്തിനും പരിഹാരം
ദൈവത്തിൽ നമുക്കുണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസവും അകക്കണ്ണുകളെ ആ കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ അകക്കണ്ണുകളെ തുറക്കുമ്പോൾ നമ്മൾക്ക് ധന്യമായൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ധന്യമായ ജീവിതം നയിക്കാനായിട്ട് ദൈവം നമുക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.